ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനും എൻ്റെ ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു പർച്ചേസിങ് വ്ളോഗാണ്. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഗ്രോസറിയൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഓഫർ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാ വീക്കെൻഡിലും ഓഫേഴ്സ് നടക്കാറുണ്ട് ഷോപ്പിലൊക്കെ. അപ്പോൾ ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെസ്റ്റോയിലേക്ക് പോവാണ്. ഇവിടെ അടുത്തുള്ള നെസ്റ്റോയിലേക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊന്നുമല്ല നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോവുക, ഒരു ഫാമിലി ഫുള്ളായിട്ടാണ് നമ്മൾ ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പോവാറ്. അങ്ങനെ ഞാൻ താഴെ ഇറങ്ങി, പാർക്കിങ്ങിന് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ താഴെ ഇറങ്ങി, ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യാണ്. ഞാനും ഏട്ടനും താഴെ ഇറങ്ങിയിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കാത്ത് ഇവിടെ ഇരിക്കണം. എല്ലാവരും എന്നെ നോക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് സൗണ്ടിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ബേബി ഇവിടെ കളിച്ചുകൊണ്ടുണ്ട്, അവർ വരുന്നവരെ ഇവിടെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും നോക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നാണക്കേടായിട്ട് ഞാൻ വോയിസ് ഓവറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അവിടെ നിന്ന് ഞാൻ മെല്ലെയായിരുന്നു സംസാരിച്ചത്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി ഗൈസ്. ട്രാവലിംഗ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല, ഡയറക്റ്റ് നെസ്റ്റോ എന്നാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നെസ്റ്റോയിലെത്തി സിയാനെ ഈ സ്ട്രോളറിൽ എത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ നടക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കുറച്ച് സേഫ് ആൻഡ് കംഫർട്ട് എന്ന് പറയുന്നത് സ്ട്രോളറിലാണ്. അപ്പോൾ ഇവൾക്ക് മടുപ്പ് തോന്നുമ്പോൾ ഋഷീനെ കയറിയിരിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ നോർമലി ചെയ്യാറ്. രണ്ടാൾക്കും കൂടി സ്ട്രോളർ എടുക്കില്ല, ഒരാൾക്ക് എടുത്തിട്ട് രണ്ടാളെ മാറി മാറി ഇരുത്തിക്കാറ് പതിവ്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഫാമിലിയോടെ പോകുന്നതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഓരോരാൾ ഓരോരോ സാധനം എടുക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് പർച്ചേസിങ് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതാണ് ആ ഒരു ഉപകാരം എന്ന് വെച്ചാൽ. എല്ലാവരും പോയി കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ദേരയിലുള്ള നെസ്റ്റോ എന്ന് പറയുന്നത്. നല്ല തിരക്കായിരുന്നു, കാരണം ഓഫർ ഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സൗണ്ടൊന്നും ഇടാൻ പറ്റിയില്ല. പിന്നെ അവിടെ എപ്പോഴും നമ്മുടെ മലയാളം സോങ് അവർ പ്ലേ ചെയ്യലുണ്ട്, അപ്പോൾ അത് കോപ്പി റൈറ്റിംഗ് ഇഷ്യൂസൊക്കെ വരും. ഋഷി ഇവിടെ ട്രോളിൽ കയറി ഇരുന്നിട്ട് അവൻ്റെ ഫേവറേറ്റ് ആപ്പിൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചേച്ചി ഫ്രൂട്ട്സൊക്കെ എടുക്കുന്നുണ്ട്, അമ്മ അവിടെ ഉള്ളി തക്കാളി അതൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. സിയയും അച്ഛനും കൂടെ എങ്ങോട്ടോ പോയി, ഞാൻ കണ്ടിട്ടേ ഇല്ല. രണ്ടാൾ കറങ്ങാൻ പോയി രണ്ടാളും. ഇതൊക്കെയാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ്. പാക്കിങ്ങിലായിട്ടുള്ളതും ഉണ്ട്, ലൂസായിട്ടുള്ളതും ഉണ്ട്. നമുക്കിഷ്ടമുള്ള നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഋഷി കളിക്കുന്നുണ്ട്. ഋഷി ക്യാമറ കണ്ട് അപ്പോൾ താഴെ നോക്കും. ഇവിടെ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഡിഫറെൻറ്റ് കൺട്രി ഡിഫറെൻറ്റ് റേറ്റിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കിഷ്ടമുള്ള നമുക്ക് എടുക്കാം. പിന്നെ അതേ സമയം തീരുമ്പോൾ തന്നെ അവർ വേറെ പുതിയത് കൊണ്ടുവന്ന് അതിൽ തട്ടുകയാണ്. കാരണം അത്രയും സ്റ്റോക്ക് അവിടെ നിന്ന് ഔട്ടാകുന്നുണ്ട്. അപ്പോൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് അവർ പുതിയത് കൊണ്ടുവന്നിട്ട് അതിലേക്ക് തട്ടുകയാണ്. അപ്പോൾ അമ്മ ഉള്ളി തിരഞ്ഞെടുക്കുകയാണ്. ഇതിൽ ഒരുപാട് ഉള്ളി ഉണ്ട്, അപ്പോൾ നല്ലത് നോക്കി തിരഞ്ഞെടുക്കണം. അങ്ങനെ അമ്മ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളെ ലീഫ് ഐറ്റംസ്. ഇത് ഏത് ലീഫ് എടുത്താലും ഒരു കെട്ടിന് 1 ദിർഹംസാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ലീഫ്. ഞാൻ 2 കെട്ട് ചീര എടുത്ത്, ചുവന്ന ചീര. നെക്സ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഋഷി ഇങ്ങനെയാണ് എല്ലാം ട്രോളിയിൽ കൊണ്ടുപോയിട്ട് വെക്കും. ഇപ്പോൾ യോഗട്ട് കൊണ്ടുവെക്കും, പാല് കൊണ്ടുവെക്കും, എല്ലാം കൊണ്ടുവെക്കും. അവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. അങ്ങനെ അവൻ കൊണ്ടുവെക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരിക്കില്ല, അവനെല്ലാം അവൻ തന്നെ വെക്കും. നെസ്റ്റോയിൽ പിന്നെ പോയി കഴിഞ്ഞാൽ ഋഷിക്ക് ഒരിടത്തിരിക്കുന്ന പരിപാടിയില്ല. ഋഷി ഇങ്ങനെ കറങ്ങി ഓരോന്നെല്ലാം ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം അടുത്തത് അവൻ ട്രൈ ചെയ്ത് ഇത് മടുക്കുമ്പോൾ അവൻ ചാടി ഇറങ്ങും. ഓരോന്നേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവൻ്റെ സ്ഥിരം പരിപാടി. അങ്ങനെ അവസാനം നടന്ന് എൻ്റെ കെട്ടിയോനെയും കുഞ്ഞിനെയും ഞാൻ കണ്ടുപിടിച്ച്. അങ്ങനെ രണ്ടാളെയും കണ്ട് വാവക്ക് അതിലിരുന്ന് മടുത്തത് കൊണ്ട് കുഞ്ഞിനടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. വെള്ളം കൊടുക്കുകയാണ്. കുറേ സമയം നമ്മൾ വന്നിട്ട്, അപ്പോൾ വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സെക്ഷനായിട്ട് ഓയിൽ സെക്ഷനിലേക്ക് പോയി. ഓയിലും കൂടി എടുത്തു കഴിഞ്ഞ് ഞങ്ങളുടെ പർച്ചേസിങ്ങിന് ഫിനിഷായി. ഋഷി അതിൻ്റെ ഇടക്ക് പണി ഒപ്പിക്കുന്നുണ്ട്. ചായപ്പൊടി എടുത്തുകൊണ്ട് വന്നിട്ട് മൂടി തുറക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ കുട്ടി തുറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തുണ്ട്. അങ്ങനെ പർച്ചേസിങ് ഓൾമോസ്റ്റ് ഫിനിഷായി. അപ്പോൾ വാവൻ്റെ സ്ട്രോളറിൻ്റെ വീലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്ട്രോളറാണ്. അപ്പോൾ അത് ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ബില്ലിംഗ് സെക്ഷനിൽ പോയി.
പിന്നെ അവിടുത്തെ കാഷ്യർ സിയനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന് ബില്ലടിച്ചുകൊണ്ട് ഇടയ്ക്ക് കളിപ്പിച്ചുകൊണ്ടിരുന്നൊരു പെണ്ണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനമൊക്കെ എടുത്തു. പിന്നെ ഇവിടെ കവറിന് പൈസ കൊടുക്കണം, ഒരു കവറിന് 25 ഫിൽസ് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ കവർ കൊണ്ടുപോയാൽ ആ പൈസ നമുക്ക് സേവ് ചെയ്യാം. അങ്ങനെ നമ്മൾ കവറിലൊക്കെ ഇട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ കുറേ സമയമായില്ലേ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് വാങ്ങിയിട്ട് ബില്ലടിച്ചതിന് ശേഷം അവിടെ നിന്ന് തന്നെ കഴിച്ചു. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി. അങ്ങനെ പാർക്കിംഗ് തപ്പി കുറച്ച് ബിൽഡിങ്ങൊന്നും കുറച്ച് ദൂരെയാണ് പാർക്കിംഗ് കിട്ടി. അങ്ങനെ പാർക്കിങ്ങിൽ ഇട്ടിട്ട് റൂം വരെ ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ്. ഇന്നത്തെ കൺക്ലൂഷൻ 2 ബേബി ഋഷിയാണ് ഇന്നത്തെ കൺക്ലൂഷൻ പറയുന്നത്.